ഗായ്സ്, അപ്പൊ എല്ലാവർക്കും എംഎജിയുടെ അടുത്ത പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്താണ് നമ്മുടെ സബ്ജക്ട് എന്ന് വെച്ചാൽ ഗൈസ് പറയൂ. പട്ടിയെ പോലെ പണിയെടുക്കൂ, രാജാവിനെ പോലെ ജീവിക്കൂ. യെസ്, പാർട്ട് ടൈംസ് ഇൻ ജർമ്മനി. അതും സ്റ്റുഡൻസിന്റെ പാർട്ട് ടൈമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാട്ടിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്ന എല്ലാവർക്കും വേണ്ടി, വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇവിടെ ഉള്ള വരുന്നവർക്കും ഒരു പ്രയോജനമായിരിക്കും. ജോലി കിട്ടാത്തവർക്കും. ഞാൻ വന്നിട്ട് 3 വർഷം എല്ലാവർക്കും അറിയില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞത് നേരത്തെ ഞാൻ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞു. ഞാൻ ആ ഫസ്റ്റ് പോഡ്കാസ്റ്റിന് ശേഷം പിന്നെ ഞാൻ ചെയ്ത് ഇപ്പോഴാട്ടോ ഞാൻ പോയിക്കാർന്നു, വീട്ടിലേക്ക് പോയിക്കാർന്നു. പറഞ്ഞേ ഉള്ളൂ. ആരെങ്കിലും ചോദിച്ചാലോ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ കണ്ട ആളെ പിന്നെ കണ്ടില്ല എന്ന് ചോദിച്ചാലോ, അതുകൊണ്ടാണ് അതൊക്കെ വിടാതെ വിഷയമുള്ള കാര്യമില്ല അതൊന്നും. അപ്പൊ ഓക്കെ, എല്ലാവരും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. നമ്മള് അതെ ഇത്ര നാള് ചെയ്ത നമ്മുടെ പാർട്ട് ടൈമിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്, അല്ലെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മള് നമുക്ക് 7-8 കൊല്ലമായിട്ട് വന്ന ജിഷ്ണു ചേട്ടനിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ പാർട്ട് ടൈം ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ 2016 വന്നപ്പോൾ എങ്ങനെയായിരുന്നു ജർമ്മനിയിൽ അന്നത്തെ പാർട്ട് ടൈം എന്തൊക്കെയായിരുന്നു? ഞാൻ ഫസ്റ്റ് സോറി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, എന്റെ പേര് നിവേദ്, ഞാനിവിടെ ബാച്ചിലേഴ്സ് ചെയ്യുന്നു. എന്റെ പേര് അദിൻ, ഞാനിവിടെ പഠിക്കുന്നു. എന്റെ പേര് ജിഷ്ണു, ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ജോബ് സീക്കിംഗ് വിസ. ഞാൻ സ്റ്റുഡന്റ് വിസ. ഞാൻ സ്റ്റിൽ സ്റ്റുഡന്റ്. ഞാൻ ഇവിടെ ഉണ്ട്. ലാസ്റ്റ് ഞാൻ എന്റെ അടുത്ത് മെട്രിക്കുലേഷൻ ഉണ്ട്. പാർട്ട് ടൈം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഞാൻ ഫസ്റ്റ് പോയത് DHL പോലെ പാഴ്സൽ സർവീസിൽ എന്താ പണിയെന്ന് വെച്ചാൽ അവിടെ വരുന്ന ഐറ്റംസ് ഒക്കെ എടുത്ത് ട്രക്കിൽ ലോഡ് ചെയ്യാം. ചിലപ്പോ വെയിറ്റ് കുറഞ്ഞത് കിട്ടും, ചിലപ്പോ നല്ല വെയിറ്റ് ഉള്ളത് കിട്ടും. ജർമ്മനിയിൽ ലോജിസ്റ്റിക്സിന് ഭയങ്കര നല്ല രീതിയിൽ ഒരുപാടുണ്ട്. DHL നമ്മുടെ ജർമ്മനിയിൽ തന്നെയാണല്ലോ എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. മോണിലാണ് ഞാൻ 2 ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് ഒരു ദിവസം ചെയ്യാനായിട്ട് താല്പര്യം. എന്താണ് ജോബ് എന്തായിരുന്നപ്പോ? ഈ സാധനങ്ങളൊക്കെ എടുത്ത് മറ്റേ എന്താ പറയാ 20 കിലോയുടെ 30 പെട്ടെടുത്തിട്ടുണ്ട്. എയർപോർട്ടിലൊക്കെ വരുന്ന പോലത്തെ ഇതില്ല, എന്തിന്റെ പേര്, അതിലിങ്ങനെ ഐറ്റംസ് വരും. പല പല വെയിറ്റുകളുടെ ഐറ്റം ഉണ്ടാവും. 20 കിലോ ഒക്കെ എടുത്ത് ചിലപ്പോൾ നമുക്ക് പൊക്കിയെടുത്ത് അതും വണ്ടിയിൽ കറക്റ്റ് ഇങ്ങനെ അടക്കി ഇങ്ങനെ വെക്കേണ്ടി വരും. നാട്ടിൽ യൂണിയൻകാരൊക്കെ കല്ലൊക്കെ എടുത്ത് വെക്കുന്ന ഏകദേശം അത് പെട്ടിയെന്നുള്ളൂ. പിടിക്കാനും പറ്റില്ല, തേങ്ങയും പറ്റില്ല. അപ്പൊ ആരോഗ്യമുള്ളവർക്ക് അത് പോവാം, കുഴപ്പമില്ല. ആരോഗ്യമുള്ളവർക്ക്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നൊക്കെ മറ്റേ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഉള്ളവർക്കായിരുന്നു. അവർക്കൊക്കെയാണ് കൊടുക്കത്തെ ആരോഗ്യമില്ലേ, നമുക്ക് ഇതിന്റെ പകുതി പോലും. ഞാൻ ഒരു ഏജൻസി വഴിയാ പോയത്. ഫസ്റ്റ് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഏജൻസി അപ്ലൈ ചെയ്ത് പ്രൈവറ്റ് ഏജൻസീസ് നമുക്ക് ഇങ്ങനെ പല ടൈപ്പ് പാർട്ട് ടൈമിലേക്ക് ആക്കി തരും. അപ്പൊ ആ സമയത്ത് ഞാൻ വന്നിട്ട് എനിക്ക് പാർട്ട് ടൈം ഒന്നും കിട്ടാത്ത പറയേണ്ട ആവശ്യമുണ്ടല്ലോ. ഓരോ സിറ്റിയിലും ഇത് ബോണിലുള്ള ഒരു ഏജൻസി ആയിരുന്നു. അപ്പൊ അവരെന്നെ ഇതിലേക്ക് അയച്ചു. എന്റെ കൈയിന്റെ മുകളിലൊക്കെ ആകെ നീര് വന്നു. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ രാത്രി ഏജൻസിനെ വിളിച്ചാൽ കിട്ടൂലല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ തന്നെ 12 മണി രാത്രി. എന്നിട്ട് പിറ്റത്തെ ദിവസം ഞാൻ കാലത്ത് വൈകുന്നേരം 3 മണി തൊട്ടായിരുന്നു ഷിഫ്റ്റ്. പോവാൻ നേരം മുന്നേ ഒരു 1 മണിക്കൊക്കെ ഞാൻ വിളിച്ചു എഴുന്നേറ്റതിന് ശേഷം ഞാൻ തൊടുകൂടി നിർത്തി. എന്നിട്ട് വിളിച്ചപ്പോ പറഞ്ഞു, ഈ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഇന്നും കൂടി വർക്ക് ചെയ്യണം, നാളെ മുതൽ വേണമെങ്കിൽ നിർത്തിക്കോ, ഇനിയിപ്പോ ഞാൻ എന്നെ പുതിയ ആൾക്കാരെ ആക്കാറുണ്ട് അവര് പറഞ്ഞു. പിറ്റത്തെ ദിവസം എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിടോ. അങ്ങനെ 2 ദിവസം വർക്ക് ചെയ്യേണ്ടി വന്നു. തീർന്നു. 2 ദിവസം കൊണ്ട് ഞാൻ തീർന്നു. പിന്നെ 2 മാസം ഞാൻ പാർട്ട് ടൈമിനൊന്നും പോയില്ല. അതുപോലെ പോയോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതാണ് എന്റെ ഫസ്റ്റ് പാർട്ട് ടൈമിന്റെ എക്സ്പീരിയൻസ്. ഇവിടുത്തെ ഫിസിക്കലി ഭയങ്കര സീനായിരിക്കും അല്ലെ? എന്റെ ഫസ്റ്റ് പാർട്ട് ടൈം ഞാൻ ബിയർ കമ്പനിയിലാണ്. ഏകദേശം ഈ അവസ്ഥ തന്നെയല്ല. വെയിറ്റ് ലിഫ്റ്റിംഗ് ആണോ? അത് ഇവിടെ ഞാൻ ചില സൂപ്പർ മാർക്കറ്റുകളിൽ കണ്ടിട്ടുണ്ട്. ബിയറാണ് അവരുടെ സ്റ്റാൾസിലാണ് ഞാൻ ആദ്യം വന്നത്. അപ്പൊ അവിടുത്തെ ഒരു ബിയർ ഫാക്ടറിയാണ്. 19 കൊല്ലങ്ങളോളം പഴക്കമുള്ള നല്ലൊരു വലിയ ബ്രാൻഡാണ്. ഏകദേശം പല പല രാജ്യങ്ങളിലൊക്കെ കയറ്റിയിരിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ കുപ്പി കഴുകുക, കുപ്പി തുടയ്ക്കുക, പിന്നെ സോർട്ടിയറും ചെയ്യുക, പിന്നെ പാക്കിംഗ് അൺപാക്കിംഗ്, അങ്ങനെ കുറെ പരിപാടികള്. അതും ഇതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് പരിപാടി. വലിയ കനമൊന്നുമില്ല. ആദ്യത്തെ ഒരു 10 രൂപ എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മോസ്റ്റ്ലി GLS പോലെ തന്നെ
പയ്യെ മടുക്കും. പക്ഷെ എന്നാലും ഞാൻ 1-2 മാസത്തോളം ചെയ്തു. അത് അന്ന് വേറെ നിവൃത്തിയില്ലായിരുന്നു. 2019 ഇവിടെ വന്നു. ലാംഗ്വേജ് അറിയത്തില്ല അന്ന്. അപ്പൊ അന്ന് ലാംഗ്വേജ് അറിയാൻ പാടില്ലാത്ത സമയത്ത് നമുക്ക് ഇതേ ഉള്ളൊരു ഓപ്ഷൻ. അവിടെ എങ്ങനെയാ എനിക്ക് ജോലി കിട്ടിയത്? ഇതൊരു ഏജൻസി അങ്ങനെ ഏജൻസി അല്ല, അവിടെ ഉള്ള ഏജൻസി. ബെർലിനിലൊക്കെ വേറെ അപ്പൊ പലയിടത്തും പല ഏജൻസികളുണ്ട്. എനിക്കന്ന് കിട്ടി. 2 മാസത്തോളം ചെയ്തു. പിന്നെ പറ്റാത്തോണ്ട് അവിടുത്തെ എന്താണ് ഈ ബിറമിയിലൊക്കെ സോഫ്റ്റ്വെയറിംഗ് മാത്രമല്ല നീ സോഫ്റ്റ്വെയറിംഗ് എന്ന് പറയുമ്പോ നാട്ടിലൊക്കെ മനസ്സിലാവില്ല എന്ത് സംഭവം. അയ്യോ, വന്ന സാധനങ്ങള് സോഫ്റ്റ് ചെറുത വലുതെന്ന് സോഫ്റ്റ്വെയർ ചെയ്യണമല്ല കേട്ടോ. അതായത് ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സോഡ കുപ്പികളൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് സോർട്ടിങ് തന്നെ പരിപാടി. അതായത് പിന്നെ കാലിക്കുപ്പികളൊക്കെ കുറെ വരും. അത് ഇന്ന രീതിയിലേക്ക് തിരിച്ചു വിടുക കഴുകാനായിട്ട്. പല ടൈപ്പ് കുപ്പികൾ ഉണ്ടാവും. ജർമ്മനിയിൽ 7000 അല്ലെങ്കിൽ 6000 തരത്തോളം ബിയർ ബ്രാൻഡുകളുണ്ട്. അപ്പൊ ഈ ഞങ്ങളുടെ സ്റ്റോട്ട് ആൻഡ് പെറ്റർ എന്ന് പറഞ്ഞ കമ്പനി തന്നെ 100-300ഓളം ബ്രാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും കമ്പനി കുപ്പികള് മിക്സ് ആയിട്ട് വരും. ഓരോ കുപ്പിക്ക് ഓരോ ഡിസൈൻ ആയിരിക്കുമല്ലോ. അപ്പൊ അതനുസരിച്ച് മാറ്റി ചെയ്ത് വെക്കണമായിരുന്നു. അത് മെഷീനിങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ സെക്കൻഡുകളിൽ മെഷീനെ നിർത്താൻ പറ്റില്ലല്ലോ. സ്റ്റക്കായി പോയാൽ നമുക്ക് രക്ഷപ്പെടാം. ചിലപ്പോൾ നമുക്ക് ഒട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പല്ലറ്റയിലായിരിക്കും ഓരോ പെട്ടി വേണ്ടത് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത്. ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ ആ പല്ലറ്റ തള്ളി മറിച്ചിട്ടാല് നമുക്ക് കുറച്ചു നേരം ബ്രേക്ക് കിട്ടും. അടിപൊളി. പിന്നെ അത് ക്ലീനിങ് ആയി അങ്ങനെയൊക്കെയാണ്. സാലറി എങ്ങനെ ഉണ്ടായിരുന്നു? സാലറി അവിടെ ഏതാണ്ട് 9 യൂറോയാണ് പെർ മണിക്കൂറിന്. €9 അത്രയൊക്കെ. പിന്നെ ഏജൻസിയുടെ അവിടെ മിനിമം കിട്ടും. നീ ഏജൻസി വഴി പോയാലുള്ള വേറെ പ്രശ്നമുണ്ടോ? കുറച്ച് കാശ് ഏജൻസി എടുക്കും കമ്മീഷനായിട്ട്. നമ്മള് ഡയറക്റ്റ് കമ്പനി പോയി ചിലപ്പോ കിട്ടൂല. ഒരു ഏജൻസി ആയിട്ട് കോൺട്രാക്ട്. ഞാൻ എല്ലാം വർക്ക് ചെയ്തത് ഡയറക്റ്റ് ഏജൻസി. ഞാൻ ടോട്ടല് 6 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പുറത്താക്കിയതല്ല, കോൺട്രാക്ട് തന്നപ്പോ ഞാൻ തന്നെ മാറിയിട്ടുണ്ട്. കോൺട്രാക്ട് തന്നപ്പോ എന്താ പുതുക്കി തരാഞ്ഞല്ല, ഞാൻ തന്നെ മാറിയത്. എനിക്ക് വേറെ കമ്പനീസ് കിട്ടിയപ്പോ പുതുക്കി സാലറി കൂടുതലായിരുന്നു. സാലറി കൂടി. ഓരോ കമ്പനി സാലറി കൂടുതലായിരുന്നു. ഞാൻ 5 കമ്പനി ഞാൻ ചെയ്തത് ഡെലിവറി ആയിരുന്നു. ഡെലിവറി ജോബ് ആയിരുന്നു. ഒരെണ്ണം ഈ ബൈക്ക് മെക്കാനിക് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്തത്. ഇത് ടീഷർട്ട്, ഇത് ഇവിടുത്തെ ഡെലിവറി കമ്പനി ഉണ്ടോ, ഫ്ലിങ്ക്, ഗൊറില്ലാസ് വേറെ ഡെലിവറി കമ്പനി, വോൾട്ട്. ഇതെല്ലാം ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എനിക്ക് ടീഷർട്ടാ. ഓക്കെ, ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ലിഫ്രണ്ടോ എന്ന് പറഞ്ഞ കമ്പനിയാ. ലിഫ്രണ്ടോ മീൻസ് നമ്മുടെ നാട്ടിലെ സൊമാറ്റോ ഒക്കെ പോലെ തന്നെ ഡെലിവറി സൈക്കിളിലൊക്കെ ആയിരുന്നു ഞാൻ വന്ന സമയത്തൊക്കെ കയറിയത്. അന്ന് എനിക്ക് അവർലി എത്രയാവും, €10 സംതിങ് ആയിരുന്നു. ഇപ്പൊ €14 ഒക്കെ ആക്കി. ഈ 14 യൂറോ. അത് ഓർഡറിന് വെച്ചൊക്കെ എങ്ങനെയുണ്ട്. ഞാൻ വന്ന സമയത്ത് നമ്മള് ഇത്ര ഓർഡർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോണസ് കയറും. ഇത്ര ഓർഡർ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 50 സെന്റ് വെച്ച് €1 വെച്ച് ബോണസ് കയറും. പിന്നെ ടിപ്പും കിട്ടും നമുക്ക് നല്ല രീതിയിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് സൈക്കിള്, നമുക്ക് പിന്നെ അവർ ഗിയർ സാധനങ്ങളൊക്കെ തരും. നമ്മുടെ സൈക്കിൾ നമ്മൾ കൊണ്ടുപോകണോ? ലിഫ്രണ്ടോ വേണമെങ്കിൽ നമുക്ക് വെയർഹൗസിൽ ചെന്നിട്ട്, അവരുടെ വെയർഹൗസ് ഉണ്ട് ഈ ഒരു പൊസിഷനിൽ, ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ഏരിയയില്. അപ്പൊ അവിടെ സൈക്കിൾ എടുത്തിട്ട് വേണ്ടി ചെയ്യാം. നമുക്ക് സ്വന്തം വീട്ടിൽ നിന്നൊക്കെ തുടങ്ങാം. നമുക്ക് ഫോണിനകത്ത് ആപ്പും കാര്യങ്ങളൊക്കെ തരും. അതിനായിട്ട് നമ്മള് വർക്ക് ചെയ്യാം. നമ്മുടെ നാട്ടിലെ സൊമാറ്റോ ഒക്കെ പോലൊക്കെ തന്നെ അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം ഞാൻ 1 വർഷത്തോളം വർക്ക് ചെയ്തു അവിടെ. പൈസ ഉണ്ടായിരുന്നില്ല, നല്ല പണി ഉണ്ടാ. സൈക്കിൾ ഹോട്ടലിൽ നടന്നു. ഞാൻ 1 മാസം ഭയങ്കര ബോണസ് ഉള്ള സമയം ഏതൊരു ഡിസംബറിലാണ്. വിന്റർ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു ബോണസ് കൂട്ടും. ഞാൻ 1 മാസം ഏതാണ്ട് സൈക്കിള് ടോപ്പ് ചവിട്ടിയത് ഒരു 500 കിലോമീറ്റർ 600 കിലോമീറ്റർ ഒരു മാസം ചവിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ആ കിലോമീറ്ററിനും പൈസ കിട്ടുമായിരുന്നു, ഓർഡറിന് പൈസ കിട്ടുമായിരുന്നു. അപ്പൊ കൊലപ്പണി ഞാൻ സീരിയസ്ലി പറഞ്ഞ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാരണം എനിക്ക് 450 കിലോമീറ്റർ വരെ എനിക്ക് 45 ലിഫ്രണ്ടോയിൽ. കാരണം ബെർലിനിലൊക്കെ അന്വേഷിച്ചാൽ ഈ വർക്ക് ചെയ്ത്. പിന്നെ ഒരു കാര്യം, പണിയാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. ഇലക്ട്രിക് ആണോ? അല്ലല്ല, ഞാൻ അന്ന് ആ സമയത്ത് ഈ ബൈക്കും കാര്യങ്ങളൊന്നും കുറവായിട്ടില്ല. ഞാൻ റോക്ക് റൈഡറിന്റെ സൈക്കിൾ എടുത്ത് അങ്ങനെ എടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട്. എല്ലാരും വിചാരിക്കും ഇവിടെ പണി മാത്രമേ ഉള്ളൂ എന്ന്. പഠിക്കണോട്ടാ. പഠിത്തമുണ്ട്. നമ്മൾ പാർട്ട് ടൈമിന്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞത്. പിന്നെ കൊറോണ ആ സമയത്താണ് ഹൈക്കായി വന്നത്. ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യം കേട്ടോ, വന്നിറങ്ങി
ന്യൂ ഇയർ കഴിഞ്ഞു, ഫെബ്രുവരി ആയപ്പോ ലോക്കായി. കൊറോണ വന്ന് 2019 ഒക്ടോബറിൽ ഞാൻ കേറി, 2020 ഫെബ്രുവരി ന്യൂ ഇയർ ആഘോഷിച്ചു, നല്ല സൂപ്പർ ആയിരുന്നു. മാർച്ച് ആയപ്പോഴത്തേക്കാണ് ഇവിടെ ജനുവരി 26 എങ്ങാണ്ടാ തോന്നുന്നു ഫസ്റ്റ് കൊറോണ റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി ലോക്കായി. ലോക്ക് മാർച്ചോടുകൂടി അട്ടപട്ടലം. എനിക്ക് ഫ്രണ്ട് ഒക്കെ കുറെ നാൾക്ക് ഇങ്ങനെ അടച്ചിട്ടേക്കായിരുന്നു, റെസ്റ്റോറന്റ് തുറക്കലുണ്ടായില്ല, പണി എന്തെങ്കിലും വെറുതെ എനിക്കായിരുന്നു. ഷിഫ്റ്റ് ആണെങ്കിട്ടോ നിങ്ങള് പൈസ തന്നേക്കാന്ന് ഡിഫറെന്റ് ആക്കാർ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ ബിയർ കമ്പനി അന്ന് അടച്ചിട്ടില്ലായിരുന്നു, അന്ന് ഓർഡർ ഉള്ളതാണ് ഞങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയായിരുന്നു? പെയ്ഡ് ലീവ് ആയിരുന്നോ? പെയ്ഡ് ലീവ് ആയിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പാർട്ട് ടൈം ചെയ്യുമ്പോൾ നമുക്കൊരു കമ്പനി നമുക്കൊരു വർഷത്തേക്ക് 24 ഡേയ്സ്, എനിക്ക് 24 ഡേയ്സ് അത് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 24 ഡേയ്സ് അന്ന് എനിക്ക് ഡിഫറെന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 25 ഡേയ്സ് ഒരു കൊല്ലത്തില് വെക്കേഷൻ കിട്ടും. പിന്നെ സിക്ക് ലീവ് വേറെ, അതായത് സിക്ക് നമുക്കിപ്പോ തലവേദന അല്ലെങ്കിൽ മടി തോന്നി കഴിഞ്ഞാൽ ഞാൻ പോകുന്നു, നമ്മൾ സിക്ക് ആപ്പിൽ തന്നെ അപ്ലൈ ചെയ്യുന്നു, അപ്പൊ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു. ഇൻഷുറൻസ് കൊടുക്കുന്നില്ലടാ, 100 euro സിക്കിനോട് എടുക്കുന്നു, കൊടുക്കുന്നു, അതിന്റെ പൈസ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയിലും 24 ഡേയ്സ്. അത് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ പണിയെടുത്ത് ഞാൻ അത്യാവശ്യം വന്നപ്പോ സിക്കൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ ഓർമ്മയില് അല്ല എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായില്ല. അല്ല എന്റെ ഓർമ്മയിൽ ഞാൻ ഈ 3 കൊല്ലത്തിൽ 2 സിക്ക് സീരിയസ്ലി ബാക്കിയുള്ളൊക്കെ പിരിച്ചുവിട്ട് പ്രൊബേഷൻ എത്ര കാലം വരെ പിരിച്ചിട്ടുണ്ട്. എന്തിനു പിരിച്ചിട്ടത്? അത് അന്ന് ഓർമ്മയുണ്ട്. അതിനെന്നെ കോൾ ചെയ്തോണ്ടിരിക്കുക. എടാ കിട്ടിയാലും മെയിൽ നോക്കട്ടെ പിരിച്ചുവിട്ടുന്നത്. ഒരു കോള് വരും, ഓക്കെ കോള് വന്നു, അളിനെ പിന്നെ വിളിച്ചേ, അത് എന്താടാ പിരിച്ചുവിട്ടാ. അതാ സമയത്ത് കിട്ടിയാലും പിരിച്ചുവിട്ട സമയം. ഇൻഫ്ലേഷൻ തുടങ്ങുന്നതിന്റെ ഒരു അതിൽ ഞാനൊരു പിന്നെ നമ്മളെ കൊറോണ കഴിഞ്ഞ് പിന്നെ യുക്രൈൻ വാറൊക്കെ വന്ന സമയത്ത് പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര കഴിഞ്ഞിടക്കില്ല 2 മാസമായിട്ടുണ്ട്. യുക്രൈൻ വാർ തുടങ്ങിയ സമയത്ത് 5-6 മാസമായി പാർട്ട് ടൈം കിട്ടാൻ. ഞാൻ അവിടെ ബെർലിൻ ലാസ്റ്റ് ആയപ്പോ പാർട്ട് ടൈമിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. റിഫ്യൂജീസ് നമ്മള് കോൺവേഴ്സ് തുടങ്ങിയ സമയത്ത് നമ്മുടെ പാർട്ട്നേഴ്സ് അങ്ങനത്തെ കുറെ കഷ്ടപ്പെട്ടു. പിന്നെ എവിടെയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ഫുൾ ഡെലിവറി, പിന്നെ ഒറ്റ പ്രാവശ്യം ഈ ബൈക്ക് ഞാൻ ഡെലിവറി ഇതുവരെ ചെയ്തില്ല. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ വലിയ താല്പര്യമില്ല. ഞാൻ ഡെലിവറി ചെയ്തു. എനിക്ക് സൈക്കിൾ നമ്മുടെ സെന്റ് ജോബ് വഴി. സെന്റ് ജോബ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വിസ ഉണ്ട്, എല്ലാം ഓക്കെ ആണെങ്കിൽ സെന്റ് ജോബ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഞങ്ങള് റെഫറൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അറിയില്ല, എന്നാലും ഇട്ട് നോക്കാൻ. നിങ്ങൾക്ക് 20 euro കിട്ടും. നിനക്ക് എത്ര കിട്ടും? 10-20 കിട്ടിയാൽ എനിക്ക് ഉറപ്പില്ല, കാരണം എന്റെ വർക്കൗട്ട് അല്ല. അതുകൊണ്ട് എല്ലാവരും ഫസ്റ്റ് തന്നെ ആ ബാങ്ക് അക്കൗണ്ടോ എന്ത് അക്കൗണ്ടോ ആവട്ടെ റെഫറൻസ് ഞാൻ തന്നിരിക്കും. കാരണം എന്താ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ 150 euro റെഫറൻസ്. ഇപ്പൊ ഫ്ലിങ്ക് തന്നെ ഞാൻ റെഫർ ചെയ്ത് എനിക്ക് കിട്ടും 150. അപ്പൊ ബൈ ദ വേ സെന്റ് ജോബ് നിങ്ങൾ പാർട്ട് ടൈം കിട്ടാതെ വിഷമിക്കുകയാണെങ്കിൽ സെന്റ് ജോബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുക, നിങ്ങൾക്ക് അതിനകത്ത് ന്യായം ജോബുകൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് അതിൻ്റെ അകത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. എനിക്കൊന്നും വേറെ പണി ഒത്തിരി ഒത്തിരി പണികളുണ്ട്. ഞാൻ നോക്കിയപ്പോ ഇത് റൈഡർ സൈക്കിൾ ചവിട്ടാൻ വലിയ ഇഷ്ടമായിട്ടല്ല, അങ്ങ് ചവിട്ടുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞെക്കി കൊടുത്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങി. കൊളോണിൽ സൈക്കിൾ ഡെലിവറി ഇല്ല, ഫുഡ് ഡെലിവറിക്ക് ഓഫർ ഉണ്ട്, ബോണില് ഇങ്ങനെ കുറെ സിറ്റികളിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ രാവിലെ എണീക്കുക, ഒരു ടിക്ക് അടിക്കുക, അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയറി പോവുക. ഡെയിലി 110-120 euro വെച്ച് കിട്ടും. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ആയിരിക്കും. അതായത് ഇന്നിപ്പോ 100 euroക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 50 euro കയറും. പിന്നെയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 euro കയറും. ബാക്കി ഹാഫ് പേയ്മെന്റ് ആ മന്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ സാലറി സ്ലിപ്പിന്റെ ഒപ്പം വരുന്നതായിരിക്കും. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സെന്റ് ജോബ്. എല്ലാവരും കൂടെ ചെയ്യുന്നത്, കുറെ പേര് ചെയ്യുന്നുണ്ട് എല്ലാ ജോബ്. പക്ഷെ ജർമ്മൻ ആണല്ലോ ആപ്പ്. ജർമ്മനാണ്, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് യൂസ് ചെയ്യണതാണ്. പക്ഷെ അത് വെച്ച് വിസ പുതുക്കാൻ പറ്റില്ല കേട്ടോ. അതിന്റെ കോൺട്രാക്ട് ഒക്കെ തരും, പക്ഷെ അത് വെച്ച് വിസ പുതുക്കാൻ നമുക്ക് പറ്റില്ല. ആ ഡെയിലി ഒരു പണിക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രാക്ട് ആയിരിക്കും, അന്നത്തെ ദിവസത്തേക്ക് വേണ്ടി മാത്രം. പിന്നെ ഞാൻ വർക്ക് ചെയ്തേക്കുന്നത് ഒരു ഫ്രൂട്ട് പാക്കിംഗ് കമ്പനി. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫ്രൂട്ട്സ്, ഇങ്ങനെ ഫ്രോസൺ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ, അതൊരു പ്ലാസ്റ്റിക് പെട്ടിയിലൊക്കെ ആക്കിയിട്ട് അത് പാക്ക് ചെയ്യണ കമ്പനി. അതിലൊരാഴ്ച പോയിട്ടുണ്ട്. ഒരാഴ്ച പോവാൻ കാരണം ഇങ്ങനെയല്ല 2 ദിവസം. പപ്പായ അങ്ങനെയൊക്കെ സാധനങ്ങളാണോ ഐറ്റംസ്? അല്ല, സ്ട്രോബെറി, പിന്നെ മിക്സഡ് ഫ്രൂട്ട്സ്,
മറ്റേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇല്ലേ കറുത്ത കളറിലൊക്കെ ബ്ലൂ ആ ഓക്കെ ഓക്കെ വലിയ അതിന്റെ പേര് റെഡ് കളറൊക്കെ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രൂട്ട് പാക്കിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തോന്നാം. ഫ്രൂട്ട്സ് ആയതുകൊണ്ടേ ഇത് ഭയങ്കര കോൾഡ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നമുക്ക് തണുപ്പ് ജാക്കറ്റ് ജാക്കറ്റ് ഒന്നും ഉണ്ടാവും, പക്ഷെ ഇത്രയും നേരം തണുപ്പത്ത് നിൽക്കുമ്പോൾ അവര് തരുന്ന ജാക്കറ്റ് നമ്മൾ ഇടുക, പിന്നെ കൈയൊക്കെ തണുത്തും മരവിക്കും. കൈ വെച്ച് പണി. ഇനി ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവരിൽ വരുന്നില്ല ക്യാഷ്. നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു പെട്ടിക്ക് ഇത്ര യൂറോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഈ പെട്ടി അങ്ങനെ വിചാരിക്കുമ്പോ ഈസിയാ പണി, പക്ഷെ അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് പെട്ടി നിറയ്ക്കാൻ പറ്റില്ല. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരാഴ്ച ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഒരാഴ്ച ചെയ്തു അത് നിർത്തി. ഫുഡ് പാക്കിംഗ് അതെങ്ങനെയാ? അത് ഏജൻസി വഴി അല്ല, അത് എന്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആള് പറഞ്ഞിട്ട് അവിടെ വേക്കൻസി ഇട്ടുന്നോണ്ട് പോയത്. ഞാൻ ജോലി ചോദിക്കാൻ വേണ്ടി പോയത്, അന്ന് തന്നെ കയറ്റി. അപ്പൊ അവിടുത്തെ അവസ്ഥ മനസ്സിലായല്ലോ. ചോദിക്കാൻ പോയാ ഞാൻ തന്നെ അവിടെ കേറിയിട്ട് പണിയെടുക്കേണ്ട അവസ്ഥ വന്നു. നിങ്ങൾ ചുമ്മാ സിറ്റിയിലൊക്കെ പാർട്ട് ടൈം ജോബ്സ് ഇൻ ബെർലിൻ, പാർട്ട് ടൈം ജോബ്സ് ഇൻ കൊളോൺ, ഡുസൽഡോഫ് അങ്ങനെയൊക്കെ അടിച്ചു ജർമ്മനിയുടെ പേജില് പാർട്ട് ടൈം ജോബ്സിന്റെ ഒരു സീരീസ് 4-5 പാർട്ട് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനിയും പാർട്ടുകൾ വരാനുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്ത ടൈപ്സ് ഓഫ് പാർട്ട് ടൈം ജോബ്സ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. റെസ്റ്റോറന്റ്സിലൊക്കെ ജോബ് കേട്ടോ. കേരളത്തിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. റെഡ് കാർഡ് നമ്മൾ അതെടുക്കുന്നതിനെ കുറിച്ച് അത് ബുർഗ്രാംറ്റി. പക്ഷെ നമുക്ക് അൻമെൽഡിംഗ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞോ, അത് ഇല്ലാത്ത പാർട്ട് ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലാണ്ട് വേണം ചെയ്യാൻ. പക്ഷെ അത് ബ്ലാക്ക് നമ്മള് അങ്ങനെയല്ല. ഇപ്പൊ കാര്യമായിട്ട് ഇപ്പൊ ഫ്ലിങ്കാലും ഗുർലാസും അങ്ങനെ അൻമെൽഡ് ചോദിക്കുന്നു, അവിടെ അഡ്രസ് ചോദിക്കുന്നുള്ളൂ. നാട്ടിലെ അഡ്രസ്സാ? നാട്ടിലെ അഡ്രസ്, ഇവിടുത്തെ അഡ്രസ് അങ്ങനെ ചോദിക്കുന്നില്ല. ചില കമ്പനി ചോദിക്കുന്നില്ല അങ്ങനെ. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അഡ്രസ് പ്രൂഫ് ചോദിച്ചിട്ടില്ല. മറ്റേ ID കാർഡിന്റെ അത് ചോദിക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്തിരിക്കണം, വേണ്ടി വരും. അൺമെൽഡിംഗ് വേണം, അല്ലാണ്ട് നടപടിയില്ല. അപ്പൊ റോട്ടെ കാർഡൊക്കെ വേണമെങ്കിൽ അത് വേണം. അവരുടെ ഒരു അരമണിക്കൂറിന്റെ ക്ലാസ് ഉണ്ടാവും. അത് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ പല സിറ്റിയിലും പല രീതിയിലായിരിക്കും കേട്ടോ. പല പ്രോഗ്രാമിലും പല രീതിയിലായിരിക്കും. ആ ക്ലാസ് മിക്കവാറും ജർമ്മനിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ജർമ്മനി അറിയില്ലെങ്കിലും ജർമ്മനി അറിയുന്ന ഒരാളെ കൂടെ കൊണ്ടുപോയാലും സമ്മതിക്കും. ഒന്നുമില്ല, ചുമ്മാ പോയിരിക്കുക, കേട്ടിരിക്കുക. സേഫ്റ്റി, പിന്നെ നമ്മള് ഹൈജീൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടോപ്പിക്സ് ആണ് അവിടെ സംസാരിക്കുന്നത്. അത്രേ ഉള്ളൂ. ആ കാരണത്തിലാണ് മെയിൻ ആയിട്ട് മഗ്ഡി, KFC. പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ, എല്ലായിടത്തും അങ്ങനെയല്ല. ഇതൊരു കോമൺ ഒരു സംഭവം പറഞ്ഞേ ഉള്ളൂ. റെഡ് കാർഡ് വേണം. ഗാസ്ട്രോണമി വർക്ക് ചെയ്യണമെങ്കിൽ മിക്കവാറും റെഡ് കാർഡ് എല്ലാ റെസ്റ്റോറന്റിലും മെക്ഡൊണാൾഡ്സ് KFCയിലൊക്കെ പറഞ്ഞ എന്തായാലും. പക്ഷെ അവരുടെയൊക്കെ അല്ലാത്ത റെസ്റ്റോറന്റ്സിലൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ടില്ല. ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഉടായ്പായിട്ട് ചെയ്യുന്നവരുണ്ട്. ലീഗലി നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വേണം. അല്ലെങ്കിൽ ഒരു ചെക്കിംഗ് ഒന്നാ നമ്മൾ ഫൈൻ കൊടുത്ത് അല്ലെങ്കിൽ ചിലപ്പോ നമ്മളെ പണി വാഴും. ഇതിനകത്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് റെസ്റ്റോറന്റ് വർക്ക് നമുക്ക് പൈസയും കിട്ടും, വർക്കും ചെയ്യാം, ഫുഡും കിട്ടും. കുറെ റെസ്റ്റോറന്റില് വർക്ക് ചെയ്യണവര് റൂംമേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാഭം. നല്ല പണിയുണ്ടാവും. നല്ല പണിയുണ്ടാവും. ഒരു രസമാണ്, ഒരു ഓളാണ്. ഫുഡ് കിട്ടും. ഒത്തിരി ഇന്റർനാഷണൽസിനെ പരിചയപ്പെട്ട കുറെ നല്ല കൊളീഗ്സും. നീ 6 ജോബും റൈഡർ ആയിരുന്നു? 5 റൈഡർ ആയിരുന്നു. ഒരെണ്ണം ഞാൻ ലിഫ്രണ്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ വോൾട്ടില് എഴുതും. പിന്നെ അതിന്റെ ഗൊറില്ലാസിൽ കയറി കഴിഞ്ഞിട്ട് അവിടത്തെ കഴിഞ്ഞപ്പോ എനിക്കൊരു ഈ ബൈക്ക് കമ്പനിയില് ആദ്യം ഞാൻ ഏജൻസി വഴിയുള്ള കയറി, ഡെക്രാന്ന് പറഞ്ഞ ഏജൻസി. എന്റെ മോനെ ഫസ്റ്റ് ടൈം തള്ളി. പിന്നെ ആലോചിച്ചത് ഡെക്കർ വഴി കയറിയത് ഫുള്ള് തള്ളോട് തള്ള. ഞാൻ ഓർത്തില്ല ഡെക്കർ വഴി കയറിയത് ശരി, ഏജൻസി വഴി. അതൊരു പെട്ടലായിരുന്നു. ഞാൻ പെട്ടത്. ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടതാ. ഏജൻസിയുടെ കാര്യമല്ല, ഏജൻസി നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആയിരുന്നു. പക്ഷെ ആ കമ്പനി വർക്ക് ചെയ്ത കമ്പനി എന്തോ ഭയങ്കര റൂഡായിട്ട് പെരുമാറിയോ, എനിക്ക് മതിയായിട്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഡൊമിനോസ് കിട്ടിയായിരുന്നു, ഡൊമിനോസ് റൈഡറായിട്ട്. അതെന്റെ വേറൊരു റെസ്റ്റോറന്റിൽ റൈഡറായിട്ട്. അത് പിസ്സ, അവിടുത്തെ ബെർലിൽ അത്യാവശ്യം നല്ലൊരു പിസ്സ ഒക്കെ ഉള്ള റെസ്റ്റോറന്റിൽ കിട്ടിയായിരുന്നു. ഞാൻ അവിടേക്ക് കയറിയത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ന്യൂറംബർഗിലേക്ക് സ്ഥലം മാറിയപ്പോൾ ഫ്ലിങ്കി കയറി. ഇപ്പൊ ഫ്ലിങ്കിലാണ് കറങ്ങി. ഫ്ലിങ്കിലും റൈഡറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെ എവിടെയൊക്കെ ആമസോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ആമസോണില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാ
മറ്റേ കോബ്ലൻസിൽ ഒരു ആമസോൺ ഉണ്ട്, നോയ്വീട്. നോയ്വീട്. പക്ഷെ അവിടെ 2 ദിവസം ഇറക്കിയത് വർക്ക് എനിക്ക് മേലുവേന കയ്യേന ചെയ്തില്ല. ഞാൻ ആമസോണിന്റെ സെലക്ഷന് പോയി, സെലക്ഷൻ കിട്ടി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവിടേക്ക് ബസ്സുകൾ കുറവായിരുന്നു. ഈ ആമസോണിന്റെ വെയർഹൗസ് എല്ലാം ഇങ്ങനെ ഈ കാട്ടുമുക്ക് ഏരിയയിലായിരിക്കും. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്റെ അവിടുന്ന് വരുന്ന ഒരാള്, കാറിൽ ഒരാൾ കൂടെ വേണമായിരുന്നു. ഷട്ടിൽ ബസ് ഉണ്ട്. അന്ന് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റിയില്ല. പക്ഷെ ഈ ആമസോണിൽ വർക്ക് ചെയ്ത ഗുണം എന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 17 യൂറോ മണിക്കൂർ കിട്ടുന്നുണ്ട്. വൻ ലാഭത്. ബെർലിനില് ഒരു പ്രാവശ്യം 4000 യൂറോ ഒരു മാസം ഉണ്ടാക്കിയ ഒരു സ്റ്റുഡന്റ് അത് ബോണസ് ഒക്കെ വെച്ചിട്ട് ക്രിസ്മസിനും ബ്ലാക്ക് ഫ്രൈഡേക്കൊക്കെ ഭയങ്കര ബോണസ് വരുമായിരുന്നു. നവംബർ ഡിസംബർ ജാനുവരി സമയത്ത് ഭയങ്കര ഹൈറിംഗ് ഹോളിഡേ ഓഫർ വരും. ആ സമയത്ത് 3 മാസത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നവർ ഇഷ്ടം പോലെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ബോണസ് 3000 ബോണസ്. അത് 3000 ബോണസ് എങ്ങനെയാന്ന് അറിയുമ്പോ എന്റെ അടുത്ത് എനിക്കും കിട്ടിയായിരുന്നു. ഞാൻ ന്യൂർമേർക്ക് വന്നപ്പോ എന്നെ വിളിച്ചായിരുന്നു. 3000 യൂറോ ബോണസ് ഉണ്ട്. അത് നിങ്ങൾ ലീവ് എടുക്കാണ്ട് ഒരു മാസം വർക്ക് ചെയ്ത കണ്ടിന്യൂ ചെയ്ത ഫസ്റ്റ് മന്ത് 1000 യൂറോ, സെക്കൻഡ് മന്ത് 1000 യൂറോ, തേർഡ് മന്ത് 1000 യൂറോ. അപ്പൊ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം. 3000 യൂറോ ചിലയിടത്ത് ഡിഫറെന്റ് ആട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 7 ദിവസം വർക്ക് ചെയ്യണം. ആഴ്ചയിൽ 7 ദിവസം അല്ല, 2 ദിവസം ഓഫ് ഉണ്ട്. 2 ദിവസം ഓഫ്. കുഴപ്പമില്ല. കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നവരുണ്ട്. ശനിയാഴ്ച വർക്ക് അവരെല്ലാം എനിക്കറിയത്തില്ല ശനിയാഴ്ച ആമസോണിൽ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു ചൈനീസ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ആരായിട്ട്? ഷെഫായിട്ട്. ഞങ്ങൾ രണ്ടുപേരും സൂഷി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ചൈനീസ് കമ്പനിയാണ്, പക്ഷെ ഉണ്ടാക്കുന്നത് ജാപ്പനീസ് ഫുഡാണ്. ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി. അപ്പൊ പല ടൈപ്പ് ഇവന്റ്സ് വരും. എന്താ പറയാ, ഇന്റർനാഷണൽ എന്താ പറയാ എക്സിബിഷൻസ് വലിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഫുഡ് ഉണ്ടാക്കി പാക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കും. അതിന്റെ ആൾക്കാർ വരുമ്പോ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തോ ജപ്പാനീസ് ഫുഡ്? ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നില്ല, ഞങ്ങൾ ഉണ്ടാക്കിയ സൂഷി ഫുഡാണ്. അയ്യോ, അതിന്റെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് മറ്റേ നീരാളി പുഴുങ്ങി. നല്ല രസമല്ലത്. ഞാൻ ഛർദിച്ചു. അടിപൊളിയല്ലേ? പക്ഷെ ഒരു സോസ് ഒക്കെ ഒഴിച്ച് തിന്നാൻ ഞാൻ കണ്ടോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. യവൻ കഴിച്ചു. ഞാൻ മാറ്റി പേപ്പർ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഒന്നെങ്കിൽ പാമ്പിനൊക്കെ പുറകെ തോന്നുന്നു. പച്ചമീനൊക്കെ പച്ച അതിങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് റോ ആയിട്ടാ. അവിടെ അല്ല സൂഷി ഇഷ്ടം. സൂഷി ഫുഡ് ഉണ്ടാക്കില്ല. അതും പലവിധ വെറൈറ്റിയില്. എത്ര സാലറി ഒക്കെ എങ്ങനെയായിരുന്നു? അന്ന് 10 യൂറോ. അന്ന് മിനി ജോബ്. പക്ഷെ പല ടൈപ്പ് ഉണ്ട്. മിനി ജോബ് ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്, മിഡി ജോബ് ഉണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റ് ആയിട്ട് പാർട്ട് ടൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വീക്കില് 20 മണിക്കൂർ. മിനി ജോബ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്കില് 8 മണിക്കൂർ. 10 മണിക്കൂർ. 10 മണിക്കൂർ. 10 മണിക്കൂർ പിന്നെ ഫുൾ ടൈം ആണെങ്കിൽ 40 മണിക്കൂർ. മിനി ജോബ് ആണെങ്കിൽ മന്ത്ലി 530. ഇപ്പൊ 530 യൂറോ, 450 ആയിരുന്നു. 530 യൂറോസിന് വരെ വർക്ക് ചെയ്യാം മന്ത്ലി. പാർട്ട് ടൈം ആണെങ്കിൽ ഒരു 900 തൊട്ട് ഒരു 800 ടാക്സ് പിടിക്കില്ല. 30 യൂറോസ് തന്നെ മിനി ജോബ് വർക്ക് ചെയ്താൽ. ഞാൻ ഒരു പാർട്ട് ടൈമും ഒരു മിനി ജോബും ചെയ്തിട്ടുണ്ട്. രണ്ടും വർക്ക് ചെയ്യാട്ടോ. ഒരു പാർട്ട് ടൈം ഒരു മിനി ജോബ് ഒരു മാസം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫുൾ ടൈമും പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം ആണെങ്കിൽ ഫുൾ ടൈം തന്നെ ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റും. പക്ഷെ ഞാൻ 3 മാസം ഫുൾ ടൈം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബൈ കമ്പനിയിൽ. പക്ഷെ എനിക്ക് മണിക്കൂർ അത് 14 യൂറോ ആയിരുന്നു എനിക്ക്. അത് കാരണമാണ് ഞാൻ പഠിക്കാൻ സമയം കിട്ടിയപ്പോ പഠിക്കാൻ സമയം ആ സമയത്ത് എനിക്ക് ക്ലാസ് ഉണ്ടായില്ല. അതാണ് കയറിയത്. സമയം 3 മാസം സത്യം പറഞ്ഞാൽ എനിക്ക് പണിയൊന്നും 2 മാസം പണി ഉണ്ടായില്ല. ഓൺലൈൻ ക്ലാസ് സത്യം ഇല്ല. അന്ന് എന്തോ ഹോളിഡേസ് ഒക്കെ അത് പറഞ്ഞാൽ വീട്ടിൽ വിളിച്ച് പറ്റിക്കണമല്ലോ. എനിക്ക് ഗുരുലാസിൽ നിന്ന് ഇറങ്ങിയിട്ട് 1-2 മാസം പണി ഉണ്ടായില്ല. വേറെ ഒറ്റ സ്ഥലത്ത് പണി ഉണ്ടായി. ഞാൻ ഉള്ള പണിക്ക് കയറി. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇവിടുന്ന് വിളിക്കും. വെയിറ്റ് ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഒരുപാട് സത്യം പറഞ്ഞ എക്സ്പീരിയൻസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കരുത്. കിട്ടുന്നത് ഒന്ന് കയറി നിക്കുക. അത് കഴിഞ്ഞിട്ട് വരാനുള്ളത് അപ്പൊ നോക്കുക. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ലാസ്റ്റ്. അയ്യോ.
ആർക്കെങ്കിലും പാർട്ട് ടൈം ചെയ്തിട്ട് ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? ഇല്ല. അയ്യോ നമ്മള് ബാഡ് എക്സ്പീരിയൻസ് ആ പാർട്ട് ടൈമിന്റെ ഫുൾ എന്ന് പറഞ്ഞ, അതായത് ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് 240 ഹാഫ് ഡേയും 120 ഫുൾ ഡേയ്സും ആണ് വർക്ക് ചെയ്യാൻ പറ്റുക. ഈ പാർട്ട് ടൈമിന്റെ കൂടെ തന്നെ ഈ വർക്ക് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അത് നേരത്തെ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞു. പക്ഷെ എല്ലാരും അത് കണ്ടിട്ടുണ്ടാവോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവോ, ഇത് പുതിയ വ്യൂവേഴ്സും ഉണ്ടാവോ, ആരൊക്കെ കണ്ടിട്ടുണ്ടാവും അറിയില്ല. വർക്ക് സ്റ്റുഡന്റ് ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വേണേ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എവിടെയെങ്കിലും കൊടുക്കാം. അപ്പൊ അതുകൂടി ഒന്ന് കയറി കാണുക. ജോബ്സ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ കുറെ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ കുറച്ചേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇയർലി കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന. പിന്നെ കുഞ്ഞാവളെ ഇങ്ങനെ നോക്കാൻ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മല്ലൂസ് ഇൻ ജർമ്മനിയുടെ റീൽ ആയിട്ട് ഇട്ടുണ്ട്, പാർട്ട് 1 പാർട്ട് 2 അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഉണ്ട്. നമ്മൾ ഓരോ വീട്ടിൽ പോയി സഹായിക്കണു, ക്ലീൻ ചെയ്യണു, ഗാർഡനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട് ആണെങ്കിലും അങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട്. വീട് ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കാറുണ്ട്. പിന്നെ എന്തുവാ, പിന്നെ വേറെ ഇവിടെ പ്രായമായി നിൽക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ പപ്പമാർക്കൊക്കെ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയി സമ്മാനമല്ലല്ലോ സാധനങ്ങൾ ഗ്രോസറീസ് വാങ്ങിച്ച് വീട്ടിൽ കൊടുക്കുക. പിന്നെ എന്തുവാ ഇങ്ങനെ ലോജിസ്റ്റിക്സ് ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ ഡെലിവറി ലോജിസ്റ്റിക്സ് ഇങ്ങനെ ആമസോണിന്റെ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഏറ്റവും എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന ഡെലിവറി ജോബ്സിൽ ആമസോണിനാ തോന്നുന്നു അല്ലേ. ഡെലിവറി ജോബ്സിൽ ഒരു പ്രത്യേക ടിപ്പും കിട്ടും, എക്സ്ട്രാ ഒരു മാസം ആദ്യത്തെ പണിയിട്ട് ഒരു 100 euro ഒക്കെ ചിലപ്പോൾ ടിപ്പ് കിട്ടാം. പക്ഷെ ബാക്കിയുള്ള ജോബിനൊക്കെ കോമൺ ടിപ്പ് ബോക്സ് ഉണ്ടാവും. ഡെലിവറിക്ക് ആകുമ്പോൾ നമുക്ക് ടിപ്പ് കിട്ടുന്നാലും അറിയുന്നില്ല. പക്ഷെ ഡെലിവറിക്ക് ഒരു എന്താ ഒരു ഡിമെറിറ്റ് എന്താന്ന് വെച്ചാൽ വിന്ററിൽ നമ്മൾ ഈ തണുപ്പത്ത് സ്നോഫാൾ ആണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യട്ടെ. അത് വൻ ടാസ്ക് ആണ്. ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ 3 ആൺപിള്ളേരാണ്. 3 ആൺപിള്ളേരുടെ വ്യൂവിലാണ് നമ്മൾ 3 പേരും ജോലി ചെയ്തവർ ഇത് പറഞ്ഞത്. ഇപ്പറഞ്ഞ ജോലിയൊക്കെ പെൺകുട്ടികളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡെലിവറി ജോബ് എനിക്കറിയാം. പക്ഷെ ഏറ്റവും കൂടുതൽ അവർ കണ്ടത് മെക്ഡൊണാൾഡ്സ്, KFC, പിന്നെ ആമസോൺ കാഷ്യർ ആയിട്ടും പിന്നെ ഇതേപോലത്തെ ഡെലിവറി കമ്പനീസിലുണ്ടാവും സ്റ്റോർ അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ പിക്കേഴ്സിന്റെ ജോബ് ഉണ്ട്. നമ്മൾ ഇപ്പൊ ഈ ഫ്ലിങ്കിലൊക്കെ ഒരു വെയർ ഹൗസ് ജോബാണ്. ഫ്ലിങ്ക്, ഗൊറില്ലാസ്, വോൾട്ട് അങ്ങനെയല്ല. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഈ വെയർ ഹൗസ് ഓർഡർ വരുമ്പോഴത്തേക്കും സാധനം പിക്ക് ചെയ്ത് ഒരു പാക്കറ്റിലാക്കിയിട്ടാണ് ഡ്രൈവേഴ്സിന് കൊടുക്കുക. അപ്പൊ ഈ പിക്ക് ചെയ്യാനായിട്ട് പെൺകുട്ടികള് കൂടുതലായിട്ടും നിൽക്കണം. ഏറ്റവും ഫ്ലിങ്കിലൊക്കെ ഹയറിംഗ് പെൺപിള്ളേരാണ് പ്രിഫറൻസ് കൊടുക്കുന്നവര്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആമസോണിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് പെൺകുട്ടികളൊക്കെ. പിന്നെ മെക്ഡി, KFC, ബേക്കറി ഷോപ്സുകള്, ഹോട്ടൽസ്, റെസ്റ്റോറന്റിലൊക്കെ സർവീസ് ഒക്കെ ആയിട്ട് ഒരുപാട് ശരവണയിലൊക്കെ തന്നെ ശരണഭവനിലൊക്കെ ഒരുപാട് ഇത് വർക്ക് ചെയ്യുന്നു. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരുപാട് ഈ പറയാൻ പാടില്ല ബ്ലാക്കിലും കുറെ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ജോബ്സ് ഉണ്ട്. പക്ഷെ ബ്ലാക്ക് എന്ന് പറയുമ്പോ തന്നെ അറിയാലോ ലീഗൽ അല്ല ഇല്ലീഗലാണ്. ബൈ ഹാൻഡ് ക്യാഷ് കിട്ടും. അങ്ങനെ ഒരു പരിപാടിയാണ്. കുറെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ്സിലൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യും. ഓരോരുത്തർ ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല കഴിവുള്ളവരാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് ജോബ് ഇഷ്ടം. യൂണിവേഴ്സിറ്റി ജോബ്സ് പ്രൊഫസേഴ്സിന്റെ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് പാർട്ട് ടൈമും മിനി ജോബും ഒക്കെ കിട്ടും. അത് മണിക്കൂറിന് 21 euro 23 euro വരെ കിട്ടും. എനിക്കറിയാവുന്ന ഒരു കുട്ടി ബോൺ യൂണിവേഴ്സിറ്റിയില് നാട്ടിൽ നിന്നാണ്. പുള്ളിക്കാരി കെമിസ്ട്രി പ്രൊഫസറിന്റെ അസിസ്റ്റന്റ് ആയിട്ട്. അതിന്റെ പ്രൊഫസർ പുള്ളിക്കാരന്റെ എന്തോ ഇത് ചെയ്യാനായിട്ട് പുള്ളിക്കാരിനെ ഏൽപ്പിച്ചു. അതിന്റെ പുള്ളിക്കാരി ആ ക്ലാസ് തന്നെ എടുക്കുന്നത്. മലയാളി കുട്ടിയാന്ന് പറഞ്ഞു. അടിപൊളി. മലയാളി കുട്ടി യൂണിവേഴ്സിറ്റി ബോണില് എന്നിട്ട് പുള്ളിക്കാരി ഇപ്പൊ പഠനം കഴിഞ്ഞപ്പോ ഫിലോസഫി പഠിക്കാനായിട്ട് ഹാംബുർഗിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയാ നീ നേരത്തെ പറഞ്ഞ സ്റ്റുഡന്റ് ജോബ്സ് നോക്കുക, അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് കിട്ടും. ഇന്റേൺഷിപ്സ് ഒക്കെ അതൊക്കെ കിട്ടുമ്പോ വർക്ക് സ്റ്റുഡന്റ് കേൾക്കോളൂ. അതാണ് ഏറ്റവും ഇത്. വർക്ക് സ്റ്റുഡന്റ് കിട്ടാത്തിടത്തോളം കാലം മാത്രം ബാക്കിയുള്ളത് മാത്രം ആശ്രയിക്കാന്നേ ഉള്ളൂ. ഒരു നല്ലൊരു സെലക്ഷൻ ആയിട്ട് എടുത്താൽ നന്നായിരിക്കും. ഇതിനെല്ലാം സോഴ്സ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. യൂട്യൂബ് പിന്നെ ഇപ്പൊ ഒരുപാട് ആഡ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും. അയ്യോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒരുപാട് ഫ്ലിങ്ക് ലിഫറണ്ടോ അങ്ങനത്തെ ഇന്നലെ ഇഷ്ടമുണ്ടല്ലേ വോൾട്ടിന്റെ ടീഷർട്ട് ഇട്ട് അപ്പൊ തന്നെ യൂട്യൂബില് വോൾട്ടിന്റെ വർക്കിങ്ങിന്റെ അറിയില്ല ക്യാമറ ഒരാൾക്കാർ നോക്കുന്നുണ്ടോ. വോൾട്ട് ടീഷർട്ട് ഇട്ടിരിക്ക. ഇതെന്ത് വോൾട്ടേരി പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ മൊബൈലിൽ കാണാൻ കുറയില്ല. ഇനിയിപ്പോ വേറെ പാർട്ട് ടൈം ആയിട്ട് വേറെന്താ പാർട്ട് ടൈം ഉള്ളത്? പാർട്ട് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് ചുമ്മാ ഇരുന്നാലും ചുമ്മാ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെയാണ്.
ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ കോൾ സെന്ററിലൊക്കെ അതൊക്കെ നല്ല കാശ് കിട്ടും. അതിപ്പോ ഇംഗ്ലീഷ് കസ്റ്റമർ കെയറും ഉണ്ട്, മറ്റേ ജർമ്മൻ കസ്റ്റമർ കെയർ കോൾസും ഉണ്ട്. ലാംഗ്വേജ് ആണ് അതിന് B2 C1. അത് ഇംഗ്ലീഷ് ആയാലും നല്ല ലാംഗ്വേജ് രണ്ടും വേണം. പക്ഷെ ഈ 8 മണിക്കൂർ നല്ല സംസാരിക്കേണ്ടി വരും. വിചാരിക്കുന്ന പോലെ ഈസി പരിപാടി അല്ല. ഇങ്ങടെ കേൾക്കുള്ളൂ, അങ്ങോട്ട് പറയാൻ പാടില്ല. നമ്മളിങ്ങനെ ആൾക്കാരെ അങ്ങോട്ടും വിളിക്കണം. ഈ കസ്റ്റമർ കോളൊക്കെ നമുക്ക് ഇങ്ങനെ വോഡാഫോൺ എയർടെൽ എന്നൊക്കെ നാട്ടിലൊക്കെ വരാറില്ലേ, അതുപോലെ ഇവിടുത്തെ കസ്റ്റമർ കെയർ നമ്മള് കസ്റ്റമർ കെയർ ആയിട്ട് അങ്ങോട്ട് വിളിക്കണം. മാർക്കറ്റിംഗ് കോൾസ് നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം. നമുക്ക് കാലത്ത് വന്നാൽ തന്നെ ഒരു ഷീറ്റ് നിറച്ച് നമ്പേഴ്സ് തരും ആൾക്കാരുടെ. ആ നമ്പറിലേക്ക് നമ്മൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. പിന്നെ പറഞ്ഞോളത് ഈ നോട്ടീസ് വിതരണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ. ഉത്സവമൊക്കെ വന്നാൽ നോട്ടീസ് ഇവിടെ ഇങ്ങനെ ഒരു പാർക്കിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഒരു വട്ടം ഉണ്ടാവും. ഞാൻ 2 ദിവസം പോയിട്ടുണ്ട്. ഒരു ആൾക്കാര് വരുന്ന പാർക്ക്, അങ്ങനെ ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലം കൊളോണിലൊക്കെ. കൊളോണിലാണെങ്കിൽ കൊളോൺ ഡോമിന്റെ മുമ്പിൽ നിന്ന് അവിടെ വരുന്നവർക്ക് നോട്ടീസ് വിതരണം ചെയ്യാം. നമ്മുടെ ഫോണിന്റെ അകത്തൊരു മാപ്പ് ഉണ്ടാവും. ആ മാപ്പിൽ ഒരു വട്ടം ഉണ്ടാവും, റെഡ് സർക്കിൾ. ആ സർക്കിളിന്റെ അകത്ത് നിന്നായിരിക്കണം. പിന്നെ നമുക്ക് വേറെ അങ്ങോട്ടേക്ക് ബെർലിനിലേക്കാണെങ്കിൽ അലക്സാണ്ടർ പ്ലാറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഏരിയയിലൊക്കെ 3 മണിക്കൂർ. പക്ഷെ സാധനം തീർന്നില്ലേലും പൈസ നമുക്ക് കിട്ടും. നോട്ടീസ് എല്ലാരും വന്നവർക്ക് നോട്ടീസ് കൊടുക്കാം. ചുമ്മാ അത്രേ ഉള്ളൂ. നമ്മൾ കൊടുക്കുക. അങ്ങനെ ഒരു ജോബ് ഉണ്ട്. ഈസി പണിയാണോ? അത് ഈസിയാന്ന് തോന്നും, പക്ഷെ നമുക്ക് സമയം പോവില്ല. നമ്മള് ഇപ്പൊ കൊളോൺ മാർക്ക് അല്ല HVF അല്ലെങ്കിൽ പല സ്ഥലത്തും പോകുമ്പോ ഒരു ബ്രോഷറും കൊണ്ട് ഒരാൾ നിൽക്കുന്ന പരിപാടി പലയിടത്തും ഉണ്ട് ഇപ്പൊ. പിന്നെ ഇപ്പൊ എന്താ, പിന്നെ ഓരോ സ്റ്റോറുകളിൽ നിൽക്കാം. റവേ അല്ലെങ്കിൽ നമ്മുടെ നെറ്റോ നിൽക്കാം. ഈ സമ്മർ ആയി കഴിഞ്ഞാൽ ഐസ്ക്രീം ഷോപ്സ് ഒരുപാട് ഓപ്പൺ ചെയ്യും. അതിനകത്തൊക്കെ ആ സമയത്ത് നല്ല രീതിയിൽ ഹയറിംഗ് ഉണ്ട്. ചെറുതായിട്ട് അത്യാവശ്യം ലാംഗ്വേജ് വേണ്ടി വരും. ഒരു ഏറ്റവും അറ്റ്ലീസ്റ്റ് വേണ്ടി വരും. കാരണം ഐസ്ക്രീം ഏതാന്ന് പറഞ്ഞത് ചോദിക്കാനുള്ള ഒരു കുറെ കളറും എനിക്ക് ലാംഗ്വേജ് നിങ്ങക്ക് എന്താ പറയാ, ഇത് വഴി വേണ്ട, സർട്ടിഫിക്കറ്റ് വഴി വേണ്ട, നിങ്ങക്ക് കോൺവെർസേഷൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റിയാൽ മതി. അവരാ ചിലപ്പോ ഇന്റർവ്യൂലൊക്കെ അവര് അതാ നോക്കുന്നത് മെയിനായിട്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ജോബ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും സമ്മറിലൊക്കെ. വിന്ററിൽ കിട്ടില്ല. വിന്ററിൽ ഐസ്ക്രീം ആവത്തില്ല. അങ്ങനെയൊന്നും റെസ്റ്റോറൻറ്റ്സിൽ സമ്മറിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. കാരണം സമ്മർ എന്ന് വെച്ചാൽ ഇവിടെ റെസ്റ്റോറൻറ്റ്സിന്റെ ആളാട്ടാണ്. പിന്നെ മറ്റേ പബ്ബില് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് കയറാൻ പറ്റും. പബ്ബില് കയറാൻ പറ്റും. പിന്നെ ഇവന്റ് മാനേജ്മെന്റ് അതൊക്കെ ഇവന്റ് മാനേജ്മെന്റിനൊക്കെ പോവാണെങ്കിൽ ഫ്രീ ആയിട്ട് പ്രോഗ്രാമിനും. അല്ല, എന്റെ ഒരു ഫ്രണ്ട് പബ്ബിന്റെ ബാക്കില് ഫ്രണ്ട് സൈഡിലല്ല, ബാക്കില് റെസ്റ്റോറന്റിന്റെ അവിടെ വർക്ക് ചെയ്യുന്നത്. അവരുടെ ജോലി എന്താന്ന് വെച്ചാ ഗ്ലാസസ് കഴുകുക, വൈപ്പ് ചെയ്യാ കൊടുക്കുക. എളുപ്പമുള്ള കാര്യമല്ല ഇത്. കാരണം പബ്ബില് ഗ്ലാസസ് പെട്ടെന്ന് സ്പീഡില് അങ്ങനെ കയ്യിലിരുന്ന് പൊട്ടിയ കയ്യും മുറിഞ്ഞ നൈസ് ഗ്ലാസസ് ആയിരിക്കില്ലേ. പൊട്ടില്ല, നല്ല ബ്രാൻഡഡ് ഗ്ലാസ് ആയിരിക്കും, എന്നാലും പൊട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരു ഇത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഒക്കെ കളയും, പുതിയ ഗ്ലാസ് ഒക്കെ ഒരു ടൈം കഴിഞ്ഞാൽ എല്ലായിടത്തും കളയും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ എന്താ പറയാ, ഈ മെക്ഫിറ്റ് ഒക്കെ ഇല്ലേ നമ്മുടെ ഇവിടുത്തെ ഈ ജിമ്മൊക്കെ, നിങ്ങള് വർക്കൗട്ടൊക്കെ ചെയ്യണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് അത്യാവശ്യമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയും സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോ അവിടെ മെക്ഫിറ്റിലൊക്കെ ട്രെയിനിങ് അല്ലാത്ത അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാം. ഓൾറൗണ്ട് എല്ലാ കാര്യവും നോക്കിയെടുക്കാം. ക്ലീനിങ് കൊണ്ട് എല്ലാം ഉണ്ട്. വേണമെങ്കിൽ ട്രെയിനറായിട്ടും കയറാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലൊക്കെ നിൽക്കാം. അവിടെ ഞാൻ നോക്കിയപ്പോ അവിടെ ഇങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടി പാർട്ട് ടൈം കയറാമെന്ന് പറഞ്ഞ് അവിടെ നോട്ടീസ് വെച്ചിട്ടുണ്ട് മെക്ഫിറ്റിലൊക്കെ, ഇവിടുത്തെ ജിമ്മിലൊക്കെ. അതും ട്രൈ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഏകദേശം പാർട്ട് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ സ്കില്ലിനനുസരിച്ചുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒരു കാഴ്ചപ്പാട് ഈ ഒരു പാർട്ട് ടൈംസ് ഒക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ട് കോമൺ ആയിട്ടൊക്കെ ഉള്ളത് ഇങ്ങനത്തെ പാർട്ട് ടൈംസ്. ഇനിയും ഉണ്ടാവട്ടോ ഇഷ്ടം. ഞങ്ങൾ ഈ പറയുന്നത് NRVയിലെയും പിന്നെ ബെർലിനിലെയും പക്ഷെ ഇവിടെ ഞങ്ങളുടെ കാഴ്ചപ്പാടുള്ളത് മാത്രം കേട്ടോ. വേറെ ഇഷ്ടം പോലെ ചെയ്യണം. ബവേരിയ, NRV, ബെർലിൻ,
പല ടൈപ്പ് പാർട്ട് ടൈംസ് പല സ്ഥലത്തും ഉണ്ടാവും. ഇതുപോലെ പല ടൈപ്പ് GLS പോലെ ഇൻസ്റ്റോട്ട് ബേക്കർ പോലെയൊക്കെ പല ടൈപ്പ് കമ്പനികളും പല ടൈപ്പ് ആൾക്കാരും ഉണ്ട്. ചില ഈസിയുള്ള പണി ചെയ്യുന്നുണ്ട്. പൂച്ചനെ നടത്താൻ പോണത്, അല്ലെങ്കിൽ പട്ടീനെ നടത്താൻ പോകുന്നത്, അതൊക്കെ ഒരു പാർട്ട് ടൈം ആണ്. മണിക്കൂറിന് 10 രൂപ 12 രൂപ വെച്ച് കിട്ടും. പെറ്റ്സിനെ നോക്കാം, ചുമ്മാ പട്ടീനെ കൊണ്ട് നടത്താം. ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനത്തെ ജോബൊക്കെ ഫേസ്ബുക്കിലൊക്കെ മാർക്കറ്റ് പ്ലേസിൽ ഇട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒപ്പിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജോബ്സ് ഒക്കെ ഒരു ദിവസം ചെയ്യേണ്ട മീൻസ് ഇങ്ങനെ കെയർ ടേക്ക് ക്യാഷ് ഇൻ ഹാൻഡ് കിട്ടും. ക്യാഷ് ഇൻ ഹാൻഡ്. അത് ബ്ലാക്ക് അല്ല കേട്ടോ, ബ്ലാക്ക് ആണ്, അക്കൗണ്ടിലേക്ക് വരുന്നില്ല. പിന്നെ ക്ലീനിങ് ജോബ്സ് ഒക്കെ നമ്മുടെ സീരീസിൽ ഇട്ടുണ്ട്. നമ്മുടെ റീൽസിന്റെ ആ ക്ലീനിങ് ജോബ്സ് ഒക്കെ ഉണ്ട്. ആപ്പ് വഴി നമ്മൾ ബുക്ക് ചെയ്യുന്നു, അവർ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ റിവ്യൂ നോക്കിയിട്ട് അവർ നമ്മൾ എടുക്കും. നല്ലൊരു സത്യം പറഞ്ഞ നല്ലൊരു ജോബാണ്. മണിക്കൂറിന് ചിലപ്പോ 16 യൂറോ വരെ തരുന്ന ആൾക്കാരുണ്ട് ക്ലീനിങ്ങിന്. ചിലവര് ചിലപ്പോ ക്ലീൻ ചെയ്യാൻ വീട്ടിൽ വിളിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ വീടൊക്കെ പോലെയല്ല, ജർമ്മനിയിലുണ്ടാകും. ചിലവര് പറയാറുണ്ട് ഒയ്യോ ഒന്നുമില്ല, നല്ല നല്ല എന്താ പറയാ തിളങ്ങുന്ന ഫ്ലോറും എല്ലാം തിളങ്ങുകയാണ്, നമ്മൾ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഒന്ന് തൂത്ത് ഒന്ന് കാർപ്പറ്റിലൊക്കെ ചുമ്മാ ഒന്ന് വാക്വം ചെയ്താൽ എത്ര ഉള്ളൂ, നല്ല പൈസ കിട്ടും. പിന്നെന്താ ഉള്ളത്? പിന്നെ കൂടുതൽ ആൾക്കാരുടെ ഡൗട്ട് എന്താണെന്നറിയോ, നമ്മള് ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നിട്ട് പാർട്ട് ടൈം ഒക്കെ ചെയ്തവർ ലോൺ എടുത്തിട്ടൊക്കെയാണ് വരിക. ലോൺ അടയ്ക്കാൻ പറ്റുമെന്ന് തിരിച്ച് പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാ ലോൺ നല്ല ലോൺ എടുത്തിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ടാവുക. നമുക്ക് മാക്സിമം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 1200 മാക്സിമം 1200 ഫുൾ ടൈം ആണെങ്കിലും 1200 1300 വർക്ക് സ്റ്റുഡന്റ് കൂടി ചെയ്യുകയാണ്. വർക്ക് സ്റ്റുഡന്റ് ചിലപ്പോ 17 18. പിന്നെ BMW അല്ലെങ്കിൽ മറ്റേ അവിടെ വളരെ റയറാണ്, എല്ലാവർക്കും കിട്ടില്ല. വേറെ സംഭവം കേട്ടത് കെമിനിറ്റ്സിൽ ഉള്ളൊരു സംഭവമാണ്, ഫോക്സ് വാഗന്റെ കമ്പനിയിൽ ഫുൾ ടൈം ആയിട്ട് ഈ അവിടെ വർക്കിംഗ് അവര് ഒരു 6000 ഒക്കെ അല്ല എല്ലാവർക്കും കിട്ടില്ലല്ലോ. കെമിനിറ്റ്സിലുള്ളവർക്കൊക്കെ റയർ ആയിട്ടുള്ളത് കേട്ടതാണ്. മാക്സിമം ആൾക്കാർക്ക് അവിടെ കുറെ മലയാളി പിള്ളേരൊക്കെ കയറി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളത് കേട്ട്. അതും ഒരു കുഞ്ഞു ശതമാനം ആൾക്കാർക്കാണ് ഈ 1200 കിട്ടുന്നത്. കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ 1000 1020 യൂറോ ക്യാഷ് ഒരു ആവറേജ് എല്ലാം അവിടെ ബാങ്കിൽ ഫുൾ ടൈം ആണെങ്കിലും 1400 1500 ടാക്സ് കഴിച്ച് ബാങ്കിലേക്ക് വരിക 800 850 യൂറോ 900 ഒക്കെ. മിനിമം 300 യൂറോ റെന്റിന് പോകും. റെന്റ് 350 300 300 എന്നൊരു ആവറേജില് പറഞ്ഞല്ലോ, പല 300 പറഞ്ഞല്ലേ. പിന്നെ എന്തൊക്കെ പോകും നമ്മുടെ ഇൻഷുറൻസ് 110 യൂറോ. ചില കമ്പനീസ് ഇൻഷുറൻസ് ഒക്കെ കിഴിക്കും, ടാക്സിന്റെ കൂട്ടത്തിൽ ഇൻഷുറൻസും കിഴിച്ചിട്ട് തരും. ചിലർ അതും കിഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 120 യൂറോ മിനിമം. 30 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ 120, 30 വയസ്സിന് മേലുള്ളവർക്കാണെങ്കിൽ അതിന്റെ ഡബിൾ 240 ഇൻഷുറൻസ്. അപ്പൊ അത് പോകും. അത് വേണ്ടാന്ന് വെക്കാം, മറ്റേ കമ്പനി എടുത്തു തന്നെ വെക്കാം. പിന്നെ ഉള്ളത് 300 യൂറോ ഇതിന് പോയി 500 കയ്യിലുള്ളൂ. പിന്നെ നമ്മുടെ ഗ്രോസറീസിന് വേണ്ടിയിട്ട് ട്രാവൽ ടിക്കറ്റ് സെമസ്റ്റർ ടിക്കറ്റ് സ്റ്റുഡൻസിനാണെങ്കിൽ അത് യൂണിവേഴ്സിറ്റി 6 മാസത്തേക്കുള്ളത് കിട്ടും. പിന്നെ ഈ ഗ്രോസറീസിന് ഒരു 100 യൂറോ പോയില്ലേ മാസം. പിന്നെ അത് ഏറ്റവും കൂടുതൽ 400 യൂറോ കയ്യിലിരിക്കും. അയച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക്. ഇങ്ങനെ ചോദിച്ചു വരുന്നവർക്കുള്ള ഉത്തരം ഇതാണ്. മാക്സിമം ഒരു 400 യൂറോ കയ്യിൽ. നിങ്ങള് അതാ പറഞ്ഞ പട്ടിയെപ്പോലെ പണിയെടുത്താൽ ഇതാണ് കയ്യിലിരിക്കുന്നത്. പണിയെടുപ്പ് മാത്രം പോരാ, ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് പഠിക്കാൻ. മെയിൻ ഫോക്കസ് വേണം. നമ്മൾ എത്രയൊക്കെ സ്റ്റുഡന്റ് ആയിട്ടാ വന്നേക്കുന്നത്, നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഇങ്ങോട്ടേക്ക് പാർട്ട് ടൈം അല്ല മെയിൻ, അതൊരു സൈഡില് കൊറേ പേര് പാർട്ട് ടൈം ചെയ്യാണ്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്. മാസ്റ്റേഴ്സ് ഒക്കെ കുറെ ചെയ്യണവരൊക്കെ ഉണ്ട്. അങ്ങനെ അല്ല കൊറേ പേര് ശനി ഞായർ മാത്രം വർക്ക് ചെയ്യുന്നവരുണ്ട്. ബാക്കി 5 ദിവസം പഠിക്കാൻ പോയിട്ട് സമയം ഉണ്ടെങ്കിൽ അവർ പഠിക്കുകയുള്ളൂ. 2 ദിവസം മാത്രം വർക്ക് ചെയ്യുന്നവരുണ്ട്. പോവാത്തവര് കൂടി ഉണ്ട്. ഞാൻ പണിയെടുക്കണ്ട പാർട്ട് ടൈമിന് പോവാന്നല്ല, യൂണിവേഴ്സിറ്റി പോവാത്തവരുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളല്ല കേട്ടോ, ഇവരെയല്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ അതിന്റെ ഇടയിൽ ഫണ്ട് വേണമെങ്കിൽ MIG ട്രാവൽസ് ഉണ്ട്. ലാംഗ്വേജ് പഠിക്കാനായിട്ട്
പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? CV ഉണ്ട്. CV, റെസ്യൂമെ, കവർ ലെറ്റർ, ഇതിന് വേണ്ടിട്ട് വേറൊരു ഇതുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. പിന്നെ ജർമ്മനിയിലെ കറന്റ് ന്യൂസ് അപ്ഡേറ്റുകൾ അറിയാനായിട്ട് അതും താഴെ നോക്കിയാൽ മതി. എല്ലാം താഴെ ഉണ്ട്. ട്രോള് ടാലന്റ് പിന്നെ വേറെ എന്റെ യൂറോപ്പുണ്ട്. യൂറോപ്പിലെ വിശേഷങ്ങൾ അറിയാനായിട്ട് എന്റെ യൂറോപ്പ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ഇൻസ്റ്റാഗ്രാം കേട്ടോ, താഴെ നോക്കുക. നമ്മുടെ പോഡ്കാസ്റ്റ് യൂട്യൂബിൽ തന്നെ വരണം. MIG പോഡ്കാസ്റ്റ്. യെസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമ്മള് അടുത്ത ഒരു കണ്ടന്റുമായി വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ഞായറാഴ്ച കാണാം. ബൈ. എനിക്ക് ഉറക്കം ഭയങ്കര ബോറിംഗ് ആയി പോയി. ഇത് ഇടണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു.